താമരശ്ശേരി ചുരത്തിലെ 9 ഹെയർപിൻ വളവുകളും കയറി ഇവിടെ എത്തി ഈ കവാടം കടന്ന വയനാടായി. വയനാട്ടിൽ എത്തിയെന്ന് പറഞ്ഞാലും ബോർഡുകളിലൊന്നും നിങ്ങൾക്ക് വയനാടെന്ന് കാണാൻ പറ്റില്ല. ആദ്യം ലക്കിടി, പിന്നെ വൈത്തിരി തുടങ്ങിയ സ്ഥലങ്ങളുടെ ബോർഡുകളെ കാണാൻ പറ്റും. വയനാട് കണ്ടോ? കണ്ടോണ്ടിരിക്കുന്നുണ്ട്. വയനാട് എന്ന് പറഞ്ഞ പോയിന്റ് എവിടെ? വയനാട് ഇല്ല, ജില്ല എന്ന് മാത്രമേ ഉള്ളൂ. വയനാട് മൊത്തത്തിൽ വയനാട്. അപ്പോൾ ഈ ആദ്യമായിട്ട് വരുന്ന പലരും വയനാട്ടിലേക്ക് വഴിയൊക്കെ ചോദിച്ചു വരും. നിങ്ങൾ എന്തായാലും എവിടെയൊക്കെ പോയി? ഞങ്ങൾ ആദ്യമായിട്ടിപ്പം ഇവിടെ തന്നെ കൽപ്പറ്റയിൽ വന്നു, പിന്നെ വൈത്തിരി, ഇപ്പോൾ ഈ തൊട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ സന്ദർശിച്ച്, അതുപോലെ താമരശ്ശേരി ചെറിയവും കൂടി കണ്ട് കോഴിക്കോട് വഴി കണ്ണൂരിലേക്ക് പോകാൻ വേണ്ടി ആണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ കണ്ണൂരിൽ നിന്നാ? അതെ, കണ്ണൂരിൽ നിന്നാണ്. കണ്ണൂർ എന്ന് പറഞ്ഞിട്ടൊരു ടൗൺ ഉണ്ട്, പക്ഷെ നിങ്ങൾ വയനാട്ടിൽ വരുമ്പോൾ വയനാട് എവിടെ? വയനാട് എന്ന് പറഞ്ഞ ടൗണില്ല, പക്ഷേ ഏറ്റവും മനോഹരമായ ടൗൺ എനിക്ക് തോന്നുന്നു സുൽത്താൻ ബത്തേരിയാണ്. പിന്നെ കൽപ്പറ്റ നല്ല ടൗണാണ്. വയനാട് മുഴുവൻ കണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല, ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ അതാണ് സംഭവം. നിങ്ങൾക്ക് വയനാട് എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് വന്നാൽ കാണാൻ പറ്റില്ല. ഓരോ സ്ഥലങ്ങളാണ്, വൈത്തിരി, കൽപ്പറ്റ, അങ്ങനെയുള്ള സ്ഥലങ്ങളെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ വയനാട് എന്ന് പറഞ്ഞൊരു പേര് എങ്ങനെ വന്നു എന്നും കൂടെ നമുക്ക് അറിയേണ്ടതുണ്ടല്ലോ. വയനാട് എന്ന പേര് എങ്ങനെ വന്നു എന്നതിനെക്കുറിച്ച് ഒന്നിലധികം കഥകളുണ്ട്. മായാക്ഷേത്ര എന്ന സംസ്കൃത വാക്ക് മായനാടായും പിന്നീട് വയനാടായും മാറിയെന്നതാണ് ഒരു കഥ. ഡക്കാൻ പീഠഭൂമിയെ അറബിക്കടലുമായി ബന്ധിപ്പിച്ചിരുന്ന വഴിനാട് വയനാടായി മാറിയതാണെന്നും വാദമുണ്ട്. എന്നാൽ വയലുകളുടെ നാട് വയൽനാടായും പിന്നീട് വയനാട് എന്ന പേരിലും അറിയപ്പെട്ടു എന്നതാണ് ഏറ്റവും വിശ്വസനീയമായ കഥ. ഇപ്പം ഇന്നത്തെ നമ്മുടെ ഈ ബീച്ചിനഹള്ളി ഡാം ഉണ്ട്, കർണാടകയിലെ ബീച്ചിനഹള്ളി ഡാം. അതും അതിൻ്റെ റിസർവോയർ, അതിൻ്റെ വെള്ളത്തിനടിയിലായി പോയ ഒരു പ്രദേശമുണ്ട്, കീർത്തി മഹാനഗരപുര, കിത്തൂർ എന്നും പറയും. അവിടെ ആസ്ഥാനമായി ഭരിച്ചിരുന്ന ഒരു രാജവംശം ഉണ്ടായിരുന്നു. അവരുടെ കാലഘട്ടം അതായത് പൊതുവർഷം ക്രിസ്തുവർഷം 998 മുതൽ 1138 വരെയാണ്. അവരറിയപ്പെട്ടിരുന്നത് വീരബയൽനാട് അരജന്മാർ എന്നാണ്. അവരുണ്ടായിരുന്നു എന്നതിൻ്റെ അസ്തിത്വം വയനാട്ടിൽ തന്നെയുണ്ട്. ഈ സുൽത്താൻ ബത്തേരി മാരിയമ്മൻ കോവിൽ, അവിടെ ഒരു ശിലാശാസനം ഇപ്പോഴും ഉണ്ട്. അതിൽ ഈ വീരബയൽനാട് രാജവംശത്തിൽപ്പെട്ട ഇരവി വർമ്മൻ എന്ന രാജാവിനെക്കുറിച്ചും വീരബയൽനാട്ടരജൻ എന്നാണ് പറയുന്നത്. ഏകദേശം 900-1000 വർഷങ്ങൾക്കപ്പുറം തന്നെ ഈ ബയൽനാട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ബയൽനാട്ട് അരജന്മാർ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സംജ്ഞ 1000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഉണ്ട്. അതുകൊണ്ട് ഈ വയൽനാട് എന്ന പേരിലേക്ക് നമ്മൾ അനുമാനം എത്തിച്ചേരുന്നത് തന്നെയാണ് കൂടുതൽ യുക്തിസഹം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പേരിന്റെ പിന്നിൽ എന്തായാലും ക്രിസ്തുവിനും 1000 വർഷം മുമ്പെങ്കിലും ജനവാസമുണ്ടായിരുന്ന ഭൂപ്രദേശമാണ് വയനാട് എന്നതിന് ഇവിടുത്തെ ശിലാലിഖിതങ്ങൾ തെളിവാണ്. 1956 കേരള സംസ്ഥാനം രൂപീകരിക്കുമ്പോൾ വയനാട് എന്ന പേരിൽ ഒരു ജില്ല പോലും ഇല്ലായിരുന്നു. പിന്നീട് 1980 കോഴിക്കോട് ജില്ലയിലായിരുന്ന തെക്കേ വയനാടും കണ്ണൂർ ജില്ലയിലായിരുന്ന വടക്കേ വയനാടും ചേർത്ത് കൽപ്പറ്റ ആസ്ഥാനമായി ഒരു ജില്ല രൂപീകരിച്ചത്. ഇപ്പോഴെന്തായാലും 2300 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഒരു ജില്ലയെങ്കിലും വയനാട് എന്ന പേരിലുണ്ട്. കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.